ധനം ബിസിനസ് മീഡിയയുടെ ഇന്നത്തെ ബിസിനസ് പൾസിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നു. 25,000 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ ഉടൻ അംഗീകാരം നൽകുമെന്നാണ് റിപ്പോർട്ട്. പാലക്കാട് ജില്ലയിൽ വ്യവസായ നഗരത്തിന് കേരള സർക്കാർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ നിക്ഷേപം, പ്രാദേശിക ഉൽപാദനം, തൊഴിലവസരം എന്നിവ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ചികിത്സാ ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, തർക്കമില്ല. അതിന്റെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം തുക കൂട്ടാനുള്ള പുറപ്പാടിലാണ് പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ. സ്റ്റാർ ഹെൽത്ത്, അലൈഡ് ഇൻഷുറൻസ് തുടങ്ങിയവ 15% വരെ പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. HDFC എർഗോ കൂട്ടിക്കഴിഞ്ഞു. നാട്ടുകാർക്ക് ഫലത്തിൽ ചികിത്സയ്ക്ക് ചെലവ് കൂടി, ഇൻഷുറൻസിനും കൂടി. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള കടുത്ത നീക്കത്തിലാണ് ഓസ്ട്രേലിയ. അടുത്ത വർഷത്തെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ കടുത്ത എതിർപ്പുണ്ട്. കോവിഡ് കാലത്ത് വിദേശ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും നൽകിയ ഇളവുകൾ പിൻവലിക്കുന്നതിൻ്റെയും കുടിയേറ്റ നിയന്ത്രണങ്ങളുടെയും തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടി. ലോകത്തെ ഏറ്റവും വലിയ പഞ്ചസാര കയറ്റുമതിക്കാരാണ് ബ്രസീൽ. അവിടെ കരിമ്പ് പാടത്ത് വൻതോതിൽ തീപിടുത്തം. 20,000 ഹെക്ടറിലെ കരിമ്പ് കൃഷിയാണ് കരിഞ്ഞത്. ഇത് ആഗോളതലത്തിൽ പഞ്ചസാര ലഭ്യതയെ ബാധിച്ച് വില ഉയരുമോ? പഞ്ചസാരയുടെ അവധിക്കാല വ്യാപാരത്തിൽ ഉയർച്ച കാണുന്നത് ലക്ഷണവശാൽ ഒരു സൂചനയാണ്. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന ഫെഡ് ചെയർമാൻ ജെറോം പവൽ നൽകിയത് 4 ദിവസം മുമ്പാണ്. അന്ന് കുതിച്ചുയർന്ന സ്വർണ്ണവില കാര്യമായ മാറ്റങ്ങളില്ലാതെ അതേപടി തുടരുകയാണ്. ഗ്രാമിന് 6,695 രൂപയാണ് ഇന്നത്തെ വില. വെള്ളിക്ക് 93 രൂപ. കൂട്ടത്തിൽ ഒരു സ്വർണ്ണക്കടക്കാര്യം. കല്യാൺ ജുവല്ലേഴ്സിന്റെ പ്രൊമോട്ടർമാർ 2,500 കോടി രൂപയുടെ കടം സ്വരൂപിക്കാൻ ഒരുങ്ങുകയാണ്. കമ്പനിയിലെ സ്വന്തം ഇക്വിറ്റി ഓഹരി കൂട്ടുന്നതിന് ഫണ്ട് കണ്ടെത്താനാണ് ഇത്. മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, 360 എന്നിവയുമായി ചർച്ച നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഓഹരി വിപണിയിൽ നിഫ്റ്റി 50യും സെൻസെക്സും ഫ്ലാറ്റ്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികൾ കലക്കി. അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യൻ ഓഹരി വിപണിയിലെ പുതിയൊരു പ്രവണതയെക്കുറിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് ലാഭം കൊയ്ത് വിറ്റൊഴിവാക്കുകയാണ്. പ്രമുഖ ഓഹരി വിപണികളുടെ മൂല്യത്തെക്കാൾ ഉയർന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിൽപ്പ് എന്നത് തന്നെ കാരണം. ഇന്ത്യൻ വംശജനായ കെവാൻ പരേഖിനെ അടുത്ത വർഷം ജനുവരിയോടെ ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിക്കും. ഇപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് വൈസ് പ്രസിഡന്റാണ് പരേഖ്. 11 വർഷമായി ആപ്പിളിലുണ്ട്. ആപ്പിളിനായാലും IMFനായാലും വേണം ഒരു ഇന്ത്യൻ ടച്ച്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.